ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ലക്കിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചാർലി കടന്നു വരും. നിങ്ങൾ ലക്കിയാണെങ്കിൽ മാത്രം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ചെറിയ സർപ്രൈസ് ഒരുക്കാൻ വേണ്ടി കേക്കൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് ഗൈസ് ഞാനതിപ്പോൾ കാണിച്ചത്. അപ്പം ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് 12 മണിയായപ്പോൾ അമ്മേനെ വിളിച്ചു. അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കും എന്ന് അമ്മയ്ക്ക് അറിയാം. 12 മണിക്ക് അമ്മേനെ വിളിക്കുന്നു അമ്മയ്ക്ക് അറിയാം. പക്ഷേ ഈ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് അമ്മ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഗൈസ്. ഈ ഗിഫ്റ്റ് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം കുറേ നാളായിട്ടുള്ള അമ്മേൻ്റെ ആഗ്രഹമാണ് ഒരു പപ്പിക്കുട്ടീനെ വാങ്ങണം, വളർത്തണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിപ്പം നടന്നിരിക്കാട്ടാ. ഞങ്ങളൊരു പപ്പിക്കുട്ടീനെ വാങ്ങി അതിനാട്ട് ആ സ്ലൈഡൊക്കെ വെച്ച് കുത്തി നല്ല സുന്ദരിയാക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അമ്മേൻ്റെ 2ാമത്തെ മോളാട്ടത്, ഞാൻ ആദ്യത്തെ മോളും. പിന്നെ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. അമ്മ കരയുന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ ഒരു വിഷമമായിട്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ലൈഫിലേക്ക് ഇതാ ഒരു പുതിയ മെമ്പറും കൂടെ വന്നേക്കാട്ടാ. ഒരു ക്യൂട്ട് ബേബി ആട്ടാ. കണ്ടാ നല്ല സ്ലൈഡൊക്കെ കുട്ടി സുന്ദരി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. എനിക്ക് അമ്മ കേക്ക് തന്നു. പിന്നെ അവൾക്ക് കേക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ കേക്ക് കഴിച്ചില്ല. അങ്ങനെ എൻ്റെ അമ്മയുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ എനിക്ക് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പി ആട്ടാ. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അതിനെ കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കിടന്നുറങ്ങി. ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.